നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഉരുളക്കിഴങ്ങിനെ കുറിച്ചാണ്. അരി, ഗോതമ്പ്, ചോളം എന്നിവ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 4ാമത്തെ ഭക്ഷ്യവിളയാണ് ഈ ഉരുളക്കിഴങ്ങ്. മണ്ണിനടിയിൽ വളർന്നു വരുന്ന ഒരു ഭക്ഷ്യവിളയാണ് ഈ ഉരുളക്കിഴങ്ങ്. 7500-ലേറെ വിഭാഗത്തിൽപ്പെട്ട ഉരുളക്കിഴങ്ങ് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 2000-ഓളം തന്നെ ഈ കാടുകളിലാണ് കാണപ്പെടുന്നത്. സൊളേനേസി കുടുംബാംഗത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം സൊളേനം ട്യൂബറോസം എന്നാണ്. തെക്കേ അമേരിക്കയിലാണ് ഇതിൻ്റെ ജന്മദേശം. ഏകദേശം 8000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടങ്ങളിൽ ഇത് കൃഷി ചെയ്തു വന്നിരുന്നു. അന്നജമാണ് ഉരുളക്കിഴങ്ങിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ പ്രാധാന്യം കണക്കിലാക്കി ഐക്യരാഷ്ട്ര സംഘടനയും അതുപോലെ ഭക്ഷ്യ കാർഷിക സംഘടനയും കൂടിച്ചേർന്ന് 2008 ഉരുളക്കിഴങ്ങ് വർഷമായി പ്രഖ്യാപിച്ചിരുന്നു. ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. ഈ ഉരുളക്കിഴങ്ങ് തന്നെയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഭക്ഷ്യവിളയും. ഇന്ത്യയിൽ കേരളം ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തു വരുന്നു. ഉത്തർപ്രദേശിലാണ് ഇതിൻ്റെ കൃഷി കൂടുതലായി നടക്കുന്നത്. ഇതിൻ്റെ തണ്ടുകൾ രൂപാന്തരപ്പെട്ടാണ് ഉരുളക്കിഴങ്ങായി മാറുന്നത്. അതിൽ ധാരാളം ചിനപ്പുകളും കാണാൻ സാധിക്കും. ഇതിൻ്റെ ഇലകൾ ഏകാന്തരമായി വിന്യസിച്ചിരിക്കുന്നു. നീണ്ട ഇതിൻ്റെ ഇലകളുടെ അറ്റം കൂർത്തിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പുഷ്പങ്ങൾ ശാഖാഗ്രങ്ങളിൽ കാണപ്പെടുന്നു. വെള്ള നിറമാണ് ഇതിൻ്റെ പുഷ്പങ്ങൾക്കുള്ളത്. ഇതിൻ്റെ ചെറിയ വിത്തുകൾ ആഹാരയോഗ്യമാണ്. ഇതിൻ്റെ കിഴങ്ങിന് ഉരുണ്ട രൂപമോ അല്ലെങ്കിൽ ഗോളാകൃതിയിലോ ആണ് കാണപ്പെടുന്നത്. തവിട്ട് നിറമുള്ള തീരെ കട്ടിയില്ലാത്തതാണ് ഇതിൻ്റെ തൊലി. ആ തൊലിക്കടിയിലായിട്ടാണ് ധാരാളം ധാതുക്കളും അതുപോലെ ലവണങ്ങളും അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊലി വേവിക്കുന്നതിന് മുമ്പ് തന്നെ കളഞ്ഞാൽ ഇതിലത്തെ എല്ലാ ലവണങ്ങളും ധാതുക്കളും എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് വേവിച്ചതിന് ശേഷം മാത്രം തൊലി അടർത്തുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഉരുളക്കിഴങ്ങിൽ ധാരാളമായി അന്നജവും അതുപോലെ കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ എന്നീ അംശങ്ങളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇതിലെ ഉരുളക്കിഴങ്ങ് സാധാരണയായി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന അന്നജം പഞ്ചസാരയായി മാറുന്നു. അത്തരത്തിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉപയോഗിച്ചാൽ ചെറിയൊരു മധുരിപ്പും അതിന് ഉണ്ടാവും. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയിൽ സൊളാമിൻ എന്നൊരു വിഷാംശം അടങ്ങിയിരിക്കുന്നു. അത് വേവിക്കുമ്പോഴാണ് ഇതിലത്തെ വിഷാംശം പൂർണ്ണമായും നശിക്കുന്നത്. വിറ്റാമിൻ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന സ്കർവി എന്ന രോഗത്തിനും അതുപോലെ യൂറിക് ആസിഡ് കൂടുതലായി ഉണ്ടാകുന്ന വാതസംബന്ധമായ അസുഖങ്ങൾക്കും ഈ ഉരുളക്കിഴങ്ങ് ഉത്തമ ഔഷധമാണ്. അതുപോലെ ചുമ, ദഹനമില്ലായ്മ, അൾസർ എന്നീ അസുഖങ്ങൾക്കും ഉരുളക്കിഴങ്ങ് ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ ഉരുളക്കിഴങ്ങ് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു വസ്തുവാണ് കഴിച്ചാൽ. അതായത് മൈക്രോ എലമെൻറ്റ്സ്, സ്റ്റാർച്ച് ഇതൊക്കെ ധാരാളം ഉണ്ട്. ഈ അൾസറുള്ള ആൾക്കാർക്ക് അതുപോലെ ഈ മലബന്ധമുള്ള ആൾക്കാർക്കും ഈ ഉരുളക്കിഴങ്ങ് ഭക്ഷണത്തിൽ കൂടുതലാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ അതിൻ്റെ ചെറിയ ഉപയോഗങ്ങൾ ഈ ചെറിയ പൊള്ളലുണ്ടാവുക അല്ലെങ്കിൽ ചെറിയ മുറിവുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് തൊലിയോട് കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. പിന്നെ ഒരു പ്രയോഗം ഈ കവിള് ഒട്ടിയ ആൾക്കാർക്ക്, ഈ കവിള് ഒട്ടുന്ന ആൾക്കാർ, അതുപോലെ ഈ മുഖത്ത് ഡ്രൈനസ് കൂടിയ ആൾക്കാർക്ക് ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അത് ഈ വെണ്ണയിൽ ചാലിച്ച് ലേശം മഞ്ഞപ്പൊടി ഇട്ടിട്ട് പേസ്റ്റ് ആക്കിയിട്ട് മുഖത്ത് പറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം. ഇങ്ങനെ ദിവസേന ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒട്ടിയ കവിളൊന്ന് വീർക്കും. അതുപോലെ തന്നെ ഈ മുഖത്തുണ്ടാകുന്ന ഡ്രൈനസ്, ഈ ഫേഷ്യൽ ചെയ്യുന്നതിനേക്കാൾ നല്ലതായിട്ട് ഡ്രൈനസ് വളരെയധികം പെട്ടെന്ന് കുറഞ്ഞ് കിട്ടും. പിന്നെ ഈ കുട്ടികൾക്കൊക്കെ ഈ കാല് മെലിച്ചിലുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അത് ഈ വെളിച്ചെണ്ണയിൽ ചാലിച്ച് കുഴച്ച് അതിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ മെലിച്ചിൽ കുറച്ചും അതുപോലെ കാലിന് ഈ മസിലിനൊക്കെ കടച്ചിൽ പറയും ചില കുട്ടികൾ, അതിനൊക്കെ നല്ല ഗുണമാണ്.